നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ടൈറ്റിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിലും ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നില്ല എന്ന് എപ്പോഴാണ് നമുക്കൊരു തോന്നൽ വരുന്നത്. ശരിക്കും നമ്മളൊരു വാഹനം സ്റ്റിയർ ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം തോന്നും നമ്മുടെ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ. കാരണം നമുക്കറിയാം, ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങളിലെല്ലാം ഇലക്ട്രിക്കൽ, എല്ലാം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു 90% വാഹനങ്ങളിലും ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതായത് നേരത്തെ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആയിരുന്നു, ഫ്ലൂയിഡ് യൂസ് ചെയ്തായിരുന്നു ഈ ഒരു പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇനിഷ്യൽ ഡ്രൈവും അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിരിക്കും. അത് മാറിയാണ് ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത്. അതായത് പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് പലരും പറയുന്നൊരു കാര്യം, ചില വാഹനത്തിൽ നല്ല സ്മൂത്തായിരിക്കും, ചില വാഹനങ്ങളിൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ശരിക്കും ഇപ്പം നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പവർ സ്റ്റിയറിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു ടോർക്ക് സെൻസർ വരുന്നുണ്ട്. ടോർക്ക് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ കൈ കൊടുക്കുന്ന ഫോഴ്സ്, ഈ ഫോഴ്സ് എത്രയാണോ ആ ഫോഴ്സിനനുസരിച്ച് ആ മോട്ടർ കറങ്ങാൻ വേണ്ടി ഒരു ടോർക്ക് സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഈ സ്റ്റിയറിംഗ് കോളം അഴിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് പലരും ഈ ഒരു കേസ് ഞാൻ എടുത്തു പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, പുറത്ത് ഏതെങ്കിലും രീതിക്ക് സ്റ്റിയറിംഗ് ബോക്സിന് സൗണ്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ടെങ്കിൽ കോളം അഴിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ ഈ സെൻസറിന് എന്തെങ്കിലും ഇമ്പാക്റ്റ്, അതായത് ഒരു തട്ടോ മുട്ടോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ പറയുന്ന, അതായത് എക്സ്റ്റേണലായിട്ട് നമ്മളൊരു വർക്ക് ചെയ്തു തിരിച്ച് കയറ്റി കഴിയുമ്പോഴത്തേക്കും, തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സെൻസറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അത് നമ്മുടെ വാഹനത്തിൻ്റെ ECMലോട്ട് കൊടുക്കത്തില്ല. വാഹനത്തിൻ്റെ ECMലോട്ട് കൊടുക്കത്തില്ല. ECM അത് പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളിലോട്ട് കൊടുക്കും. പവർ സ്റ്റിയറിംഗ് മൊഡ്യൂളാണ് മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്, എത്രത്തോളം മോട്ടർ കറങ്ങണമെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പ്രോബ്ലം ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അഡീഷണലായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെങ്കിലും വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിന് സ്റ്റിയറിംഗ് ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വാഹനം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചു നോക്കുക സ്റ്റിയറിംഗ്. അതായത് സ്റ്റിയറിംഗ് തിരിച്ചു നോക്കുമ്പോൾ കട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നും കൂടെ നോക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി, അത് നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബാറ്ററിയുടെ കണ്ടീഷൻ മോശമാണെങ്കിൽ പവർ സ്റ്റിയറിംഗ് ഉറപ്പായിട്ടും ഹാർഡാകുന്നതായിരിക്കും. അതായത് നമുക്ക് നോർമലി ഈ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ കട്ടി കൂടുതലായിരിക്കും. അതായത് ആ മോട്ടറിലോട്ട് കൃത്യമായിട്ടുള്ള വോൾട്ടേജ് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് വർക്ക് ആകുന്നതായിരിക്കത്തില്ല. വർക്കാകും, പക്ഷേ പ്രോപ്പറായിട്ടുള്ള രീതിക്ക് നമുക്ക് അത്രയും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കത്തില്ല. പിന്നെ ഓൾട്ടർനേറ്ററിൽ നിന്നുള്ള ഔട്ട് കിട്ടാതെ വന്നാലും നമ്മുടെ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് കറണ്ട് നമ്മുടെ ബാറ്ററിയിലോട്ട് ചെല്ലാതെ വന്നാലും ഈ ബാറ്ററി കൺസ്യൂം ചെയ്ത് നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ബാറ്ററി ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ പവർ സ്റ്റിയറിങ്ങിന് ടൈറ്റ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയെങ്കിലും, നേരത്തെ എൻ്റെ വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിങ്ങിന് കട്ടിയില്ലായിരുന്നു, പക്ഷേ പെട്ടെന്നാണ് വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിങ്ങിന് ടൈറ്റ് ആയി തുടങ്ങിയതും ഹാർഡായി തുടങ്ങിയത്. എൻ്റെ വാഹനം സ്ഥിരം ഓടിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്.